ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ ആശാൻ എന്തെങ്കിലും പട്ടിയെ പോലിട്ട് തല്ലുന്നത്? ഞാനൊന്നുമില്ലല്ലോ, ആശാന്റെ ചെറിയൊരു ഗുണ്ടയല്ലേ. ടച്ച് വിട്ട് കഴിക്കാൻ വേണ്ടി തല്ലുന്നതല്ലേ? എന്തോന്ന് ടച്ച്? ഇവിടെ പാട്ടുകാർക്ക് സാധകം ചെയ്യാം, നാടകക്കാർക്ക് റിഹേഴ്സൽ ചെയ്യാം. നമ്മളൊക്കെ പഴയ ഓൾഡ് ഗുണ്ടകളല്ലേ, നമ്മളെ കൈത്തരപ്പൊക്കെ മറന്നുപോയില്ലേ? അതൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ചെയ്തതാ. മറന്നുപോയി. അടുത്തോട്ട് വാ. ഇപ്പഴാണ് വയറൊന്നനങ്ങി കിട്ടിയത്. വയറനങ്ങി കിട്ടിയാൽ മാത്രം മതിയോ? വയറ്റിലോട്ട് വല്ലതും പോകണ്ടേ? നമ്മൾ ഇത്ര നാളും പട്ടിണി നടക്കുമല്ലായിരുന്നോ? ആശാന്റെ പഴയ കാലം വല്ലതും ഓർമ്മയുണ്ടോ? പഴയ കാലം ഓർമ്മയുണ്ടോന്നോ? അതൊക്കെ എന്റെ മുന്നിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞ് പോവേണ്. അതാണ് നഴ്സറി 30 തൂറിക്കൊണ്ട് ഓടിയൊക്കെ. അത്ര പഴയ കാലത്തോട്ട് പോകണ്ടേ? ആശാന്റെ ഗുണ്ടാ ജീവിതം തുടങ്ങിയ കാലം തൊട്ട് ഓർത്താൽ മതി. അതൊക്കെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നില്ലേ? ഈ തറവാട് കണ്ടോ? കൊല്ലും കൊലയും ഉണ്ടായിരുന്ന തറവാടായിരുന്നു. കൊല്ലില്ല, കൊല മാത്രമേ ഉള്ളൂ. എന്നോടാണോ ചോദിക്കുന്നത്? ആ 2 കൊല മോഷ്ടിച്ചോണ്ടല്ലേ എന്റെ ഇളയമ്മ രംഗൻ ബോംബെല് നാട് വിട്ടു പോയത്. അവഞ്ഞ് തിരിച്ചു വരട്ടെ. എന്റെ സ്വഭാവം ശരിക്കും അറിയത്തില്ല. ഈ സ്വഭാവം ഇവിടെ പറഞ്ഞോണ്ടിരുന്ന കാര്യമുണ്ടോ? വെള്ളം കഴിക്കണ്ടേ? വിശക്കുന്നില്ലേ? നമ്മൾ ഇനി പൈസ ഉണ്ടാക്കാൻ എന്നാ ചെയ്യേണ്ടത്? കുറെ കാലമായി ഗുണ്ടാപ്പണി ഏറ്റ് പൈസയും ഇല്ല. മോഷണം ചെയ്താലാ? ദൈവമേ, പേര് കേട്ട ഗുണ്ടകളാ നമ്മള്. മോഷണം എന്നൊക്കെ പറഞ്ഞ നാണക്കേടല്ലേ ആശാനെ? എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ട്രിക്ക് പറയാം. എന്താണ് ട്രിക്ക്? നമുക്കുണ്ടല്ലോ ഇക്കിളി എടുക്കണ? ഇക്കിളിയല്ല, കിഡ്നാപ്പ്. മനസ്സിലായില്ല. ആൾക്കാരെ തട്ടിക്കൂട്ടി പോകുന്ന സാധനമില്ലേ? കിഡ്നാപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം. അത് കൊള്ളാം, നീ പറയാം, നല്ല ഐഡിയ. നല്ല പറയാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നിന്നെ തട്ടിക്കൊണ്ടുപോയാലോ? അറിഞ്ഞാണ് പോലും ഇല്ലാത്ത എന്നെ തട്ടിക്കൊണ്ടുപോയിട്ട് ആശാൻ എന്നാ കിട്ടാനാ? ഓർത്തില്ല. ആടാ അത്? അതാരത്? ജോട്ടോ ആരെന്നറിയത്തില്ലല്ലോ. പറന്നു പോണ ഗരുഡനാ. ഇപ്പൊ അങ്ങോട്ട് പോയത്? അതെ. എന്നെ പറന്നു പോയത്? വീഡിയോ വന്ന ഓട്ടം നിർത്തുന്നതിന് മുമ്പ് ചാടി ഇറങ്ങിയതാ, ബാലൻസ് കിട്ടിയില്ല. അങ്ങ് എടാ നീ അമ്പാനല്ലേ? അതെ അതെ. നിനക്ക് മനസ്സിലായ അമ്പാൻ? ഇറങ്ങി വാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. നോക്ക്, ശരിക്കും നോക്ക്. ഇവൻ അമ്പാൻ, നമ്മളെ മോൻ രംഗന്റെ ഇവിടെ ബോംബിൽ നാല് വിട്ടു പോയ അമ്പാൻ. എടാ എന്റെ മോൻ രംഗൻ ഇവിടെ. നിങ്ങളുടെ മോൻ രംഗൻ? ഇപ്പൊ അവൻ രംഗനല്ല, ബോംബെ അധോലോകത്തെ കിടുകിട ഉറപ്പിക്കുന്ന ആളാ. ആരാ? രംഗണ്ണൻ. രംഗണ്ണനോ? രംഗണ്ണനോ? രംഗണ്ണനല്ല, രംഗണ്ണൻ ആണ്. എന്നിട്ട് എന്റെ മോൻ എവിടെ? രംഗണ്ണ മോനെ. കറങ്ങി പോയത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ കവാല കുറ്റിയിൽ അടിച്ചിട്ട് അവനെന്താണ് ഡൈവ് അയച്ചു പോയത്? അമ്പാനെ, എനിക്കും അറിയത്തില്ല. അമ്പാനെ എന്താ അമ്പാനെ സംഭവിക്കുന്നു? അമ്പാനെ ഒന്നും അറിയത്തില്ല. അച്ഛൻ 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 മോനെ. മക്കളെ, ഞാൻ നിന്റെ മോനല്ല, നിന്റെ അച്ഛനാണ്. അച്ഛൻ. അയ്യോ, ഇത് റംഗന്റെ സ്റ്റൈലാണ്. ആരെ കണ്ടല്ലോ മോനെ. അലം മാറി എന്റെ പുതുമയായി. അതാണ് മറന്നു കഴിഞ്ഞാ. നീ 2 വാഴക്കൊല അടിച്ചോണ്ട് പോയാലെന്താ? നീ വലിയ കമ്പൗണ്ടർ ആയില്ലേ? കമ്പൗണ്ടറാ? അതാണ്ട് വെള്ളം വെള്ളം കേട്ട് നല്ല സ്റ്റൈലായിട്ട് നിൽക്കല്ലേ. മോനെ, നീ ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേടാ? അമ്മ ഹാപ്പിയാണമ്മ. ഹാപ്പി. അമ്മ ചേച്ചിട്ട് ഞാൻ ഹാപ്പിയാണ്. അമ്മ ഹാപ്പിയാണോ? അച്ഛൻ ഹാപ്പിയാണോ? ഹാപ്പി അമ്മ, ഹാപ്പി അമ്മ. മക്കളെ, നീ എങ്ങനെയാ ഇങ്ങനെ ആയത്? അത് പറ ആദ്യം. മനെ, അല്ല ഞാനെന്ത് പറയാനാ? ഞാനെന്ത് പറയാനാ? ജ്യൂസ് ജ്യൂസ്. അമ്മച്ചി, എനിക്ക് ഉള്ള 2 ഗ്ലാസ് ജ്യൂസ്. ജ്യൂസ് കടയിൽ നിന്ന കാര്യമില്ലേ? അതെന്നിട്ട് അങ്ങോട്ട് പറയുന്നല്ലേ? ഒരു ആക്ഷൻ കൂടെ ഒന്ന് കാണിച്ചു. അല്ലെ അതെ. ഞാനേ ഇവിടുന്ന് നാട് വിട്ട് നേരെ പോയി. ഇന്നലെ നേരെ ബോംബെയിൽ ഒരു കുലുക്ക് സർബത്ത് നടത്തുന്ന കടയിലായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്ന് എന്നോട് ചോദിച്ചു, കുലുക്കില്ലാത്തൊരു സർബത്ത് കൊടുക്കാമോ? ഞാനൊരു ഒറ്റ അടി എടുത്തു, അവൻ അവിടെ വീണു. അന്ന് തൊട്ട് ബോംബെ അതോടൊക്കെ എന്നെ നോക്കി വിളിക്കുന്നു, രംഗണ്ണൻ രംഗണ്ണൻ രംഗണ്ണൻ. എന്റെ ഒറ്റ കളയാൻ വേണ്ടിയാണ് എന്നെ കൊണ്ട് വിളിച്ചോണ്ട് വന്നേ. എന്താ എന്താ ഇത്? രംഗ, നീ വന്നതിന്റെ ഉദ്ദേശം പറ, അതറിയിട്ട് ആദ്യം. അച്ഛൻ ഈ അധോലോകത്ത് നിന്ന് മാറണം. ഇനി നാണാവും ഈ രംഗാണനാവും ഈ അധോലോകത്തിന്റെ നായകൻ. ഞാൻ ഗുണ്ടാപ്പണി നിർത്താനാ? അച്ഛൻ ഗുണ്ടാപ്പണി നിർത്തണം. സാധ്യമല്ല. അച്ഛൻ ഓൾഡ് ജനറേഷൻ ആണ് അച്ഛാ. നമ്മളെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ്. അച്ഛൻ ഒരു കൊട്ടേഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ പണ്ടൊക്കെ ഒരു കൊട്ടേഷൻ എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ കൊട്ടേഷൻ കൊടുക്കേണ്ട പാർട്ടിയെ അമ്പലത്തിൽ പോയോ വല്ല വിളയിലോ പണയം ഇട്ട് നമ്മൾ തട്ടും. അതാണ് അന്നത്തെ കൊട്ടേഷൻ. എന്താ അമ്മാനെ, ഞാൻ ഇങ്ങനെയാണോ എടുക്കുന്നത്? രംഗൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുള്ളവർ അതിലേക്ക് ഇടും. അവർ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും. അമ്മരെ ബെൽ ബട്ടൺ വരെ ഞാനും അമ്പാനും
മാത്രമല്ല കൊട്ടേഷൻ ചെയ്യുന്നതിന് മുമ്പ് അണ്ണ റീൽസ് എടുക്കും. റീൽസാ ആ അങ്ങനെയൊക്കെ ഉണ്ടാ? കണ്ടിട്ടില്ലേ? ഇല്ല. അണ്ണാ രംഗണ്ണാ, രംഗണ്ണാ. കാണിച്ചു കൊടുക്കണേ, കാണിച്ചു കൊടുക്കണ്ട. ഇതാണ് നമ്മുടെ ന്യൂ ജനറേഷൻ സ്റ്റൈൽ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്ത് ക്ഷീണോ? ചെറിയതായിട്ട്. ഏയ്, എന്റെ കൈപ്പാങ്ങനെ ഞാൻ പറഞ്ഞു. ഹലോ അളിയാ. ആ രവി എന്റെ ഭാര്യ അടിച്ചോണ്ട് വേടാ. ഞാൻ അത് ചോദിക്കാൻ പോയപ്പം അവ എന്നെ എടുത്തിട്ട് അടിച്ച്. അല്ല ഞാൻ ഇപ്പൊ കരടി ഞാൻ എന്റെ വീട്ടിൽ വന്ന്. ഓ അവന് കൊട്ടേഷൻ കൊടുക്ക. ഇപ്പൊ കൊടുക്കും. അവന് ഉറക്കോളിയാ. രവി നീ എന്തിവിടെ? നീ എന്താടാ ഇവിടെ? ആ ഞാൻ എന്തെവിടെയെന്നാ എന്റെ ഭാര്യ അടിച്ചോണ്ട് പോയിട്ട്? എന്റെ പൊന്നളിയാ, നീ ഇന്നിവിടെ ആടി കൊണ്ട് ചുരുളു. അങ്ങനെയാണെങ്കിൽ നീ ഉറങ്ങും മോനെ. നിന്നെ ഞാൻ ഇന്നിവിടെ കിടത്തൂടാ. എടാ കത്തി കൊണ്ട് നിന്റെ പള്ളക്ക് കേട്ടൂടാ. എന്നെ കുത്തിയ കത്തി ഞാൻ വലിച്ചൂരി നിനക്ക് തൂത്തൂടാ. എടാ ആ കത്തി പിടിച്ചു വാച്ച് നിന്റെ കൃഷ്ണമണ്ടി തോണ്ടി ഞാൻ കളയോളാം. അത് ഞാൻ ഇങ്ങനെ ക്യാച്ച് ചെയ്ത് പിടിച്ച് റീസെറ്റ് ചെയ്യൂടാ. എടാ നീ പിടിക്കണ അത് കാക്ക കൊണ്ടുപോയടാ. എന്നാ കാക്കേനെ ഞാൻ കൊണ്ടുപോടാ. ചേട്ടാ, ശ്ശോ, ചേട്ടാ, ചേട്ടാ തല്ലി ഒടിക്കില്ലേ? ശ്ശോ, ഇങ്ങോട്ട് മാറ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഈ വഴി കാണുന്ന വായി നോക്കിയോട് സംസാരിക്കരുതെന്ന്. എടി ഞാൻ നിനക്കിപ്പോ വായി നോക്കിയാ ഒരാഴ്ച മുമ്പ് ഞാൻ നിന്റെ ഭർത്താവല്ലേടി? അത് ഒരാഴ്ച മുമ്പല്ലേ? ഇപ്പൊ ഇതാ എന്റെ ഭർത്താവ്. എടേ എന്നും പറഞ്ഞേ ഞാൻ നിന്നെ ഡിവോഴ്സ് അല്ല, ഇപ്പോഴും നീ എന്റെ ഭാര്യയാണ്. എടാ നിന്റെ ഭാര്യ നീ ചെലവിന് കൊടുക്കടാ. എനിക്ക് വേണ്ട ഇയാളുടെ 10 പൈസ. ഈ അവന്റെ നിന്ന് മേടിച്ച് എനിക്ക് തന്നാ മതി എന്ന്. അങ്ങനെ ഇപ്പൊ നീ എന്റെ ചെലവിൽ തിന്നിട്ടാ. നീ എന്റെ മോനാ. നീ ആരാടാ നീ? ഞാൻ പറയാ അപ്പൊ പിന്നെ ആര് പറയും? ആര് പറയും? ഇങ്ങോട്ട് വാ. എന്താണ് കാര്യം? പറ. ആശാനെ ഒരു കൊട്ടേഷൻ കൊടുക്കണം. കൊട്ടേഷൻ കൊടുക്കാനാണല്ലോ ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നത്. ആശാനെ എന്റെ ഭർത്താവിനെ ഒരാൾ തല്ലി. തല്ലി കൊടുക്കാം. അയ്യോ കൊട്ടേഷൻ കൊടുക്കണം. കൊടുക്കാം. അവനെ പിടിച്ചോണ്ടൊന്ന് കൈകാലം കെട്ടിട്ട് കാലിനെ അങ്ങ് അടിച്ചോടിക്കാം. അത്രേ ഉള്ളൂ. ശരി, നിന്റെ ഭർത്താവിനെ അടിച്ചത് ആരാണ്? ഭർത്താവ്. നേരത്തെ അവൻ വന്ന കഞ്ചാവിലൂടെ കിടന്ന് ഇവള് വലിച്ചെന്നോണ്. മക്കൾക്ക് ഭർത്താവിന്റെ ഈ അടി കൊടുത്തല്ലോ. അത് കേട്ട ഷോക്കില് മൈൻഡ് മാറിയതായിരിക്കും. ഒന്ന് ആലോചിച്ച് സമാനമായിട്ട് പറഞ്ഞാണ്. ആശാനെ എന്റെ ഭർത്താവിനെ ഒരുത്തൻ തല്ലി. അവന് കൊട്ടേഷൻ കൊടുക്കണം. കൊടുക്കാം, നമ്മൾ കൊടുക്കാം. പക്ഷെ ഭർത്താവിനെ തല്ലിയത് ആരാണ്? ഭർത്താവ്. എന്താ പ്രോബ്ലം? എന്താ ന്യൂജൻ വന്നല്ലോ. മക്കളെ നിനക്ക് മാത്രമേ പരിഹരിക്കാൻ പറ്റൂ. അതല്ല ഞാൻ പറഞ്ഞ അച്ഛനെ ഗുണ്ടാപ്പണി നിർത്താറ്. എന്താ പ്രശ്നം? പ്രോബ്ലം എന്താ അച്ഛാ? ഒന്ന് പരിഹരിച്ചു തന്നാ മതി. ഓക്കെ അച്ഛാ. എത്ര കേസിൽ പരിഹരിച്ചിട്ടുണ്ട് മോനെ എന്താ പ്രശ്നം? എന്താ മോളെ? അണ്ണാ ഒരാൾക്ക് കൊട്ടേഷൻ കൊടുക്കണം. ആർക്ക്? എന്റെ ഭർത്താവിന് ഒരാൾ തല്ലി. അയാൾക്ക് കൊട്ടേഷൻ കൊടുക്കണം. ആരാണ് തല്ലിയത്? ഭർത്താവ്. അല്ല ഞാന് കുറച്ചുനാള് ഈ ബോംബെയിലായിരുന്നു. എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല. അതാണ് ഇതാരാ? ഭർത്താവ്. ഇതാരാ? ഭർത്താവ്. അമ്പലി എന്താ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ആശാന പ്രശ്നം? എന്താ ക്ലിയർ ചെയ്തതാ? അതെ ആശാനോട് ഞാൻ ക്ലിയർ ചെയ്യാം. ഇതാരാ? ഭർത്താവ്. ആണോ? ഭർത്താവെന്ന്. അതാരാ? ഭർത്താവ്. അത്രേ ഉള്ളൂ, സംഭവം അത്രേ ഉള്ളൂ. അണോ മനസ്സിലായില്ലേ? അത് ഇവിടെ ഭർത്താവ്, അത് ഇവിടെ ഭർത്താവ്. അപ്പൊ ഞാൻ ഇവിടെ ഭാര്യ. അതാരാ വരുന്നത് അറിയാവോ? അറിയപ്പെടുന്ന പേരേറ്റ ഗുണ്ടയാ, റാവുത്തർ റെഡ്ഡി. ഇവരെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഞാനേ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. രംഗണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഏത് റെഡ്ഡി വന്നാലും അവനെ വെട്ടിപ്പൊരുക്കുവന്നു. എന്തിനാമ്പാനെ? ഞാൻ എന്ത് സെറ്റ് ചെയ്തു അമ്പാനെ? എന്തിനാമ്പാനെ? ഇവിടെ നിന്ന് പൊഴിക്കാൻ താല്പര്യമുണ്ടോ? എന്നാ വിട്ടോ. എന്താടാ ഇവിടെ? ചുമ്മാ വന്നതാ. ചുമ്മാ വന്നതാ. എന്താടാ ഇവിടെ? ചുമ്മാ പനിക്ക് ഗുളിക വാങ്ങിക്കാം. പനിക്ക് പുളി പഠിക്കാം. എന്താ ഇവിടെ? ഒന്നുമില്ലണ്ണാ, എന്റെ 2 ഭർത്താക്കന്മാര്, അവരുടെ ഒരു ഭാര്യ, ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനമായി ജീവിക്കുന്നു. ആരാടാ അവര്? രംഗൻ. രംഗൻ ആരാടാ?
നീയാണോ രംഗൻ? രംഗടനും രണ്ട് പിള്ളേരും കൂടെ പിന്നെ ഇവിടെ കല്യാണത്തിന് പോയിക്കോ കാഞ്ഞിന്റെ പള്ളിയിൽ. ആണോ? അപ്പൊ രംഗനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇവിടെ? അച്ഛനുണ്ട്. അച്ഛനെവിടെ? പച്ചത്തത്ത. അങ്ങനെയൊന്നുമില്ല, പകലാകുന്ന ഒരു അച്ചായി. അകന്നൊരച്ഛൻ. എനിക്ക് രംഗനെ ഇപ്പൊ കിട്ടൂലല്ലോ. അപ്പൊ രംഗന് പകരം ആരെങ്കിലും ഒരാളെ തല്ലണം. ആരെ തല്ലും? ആരെ തല്ലും? തല്ലും ആരെ തല്ലും? രംഗന്റെ അച്ഛനെ തല്ലും. അയ്യോ, ഹാപ്പി അല്ല അച്ഛാ? ഈ ഒറ്റോർത്തം കാരണം ഉണ്ടെങ്കിൽ അവൻ പാവളെ കടി എന്നിട്ട് പോയത്. അച്ഛ ഹാപ്പി ആയോ? എന്തിനാ ബോംബെ നീയോട് തിരിച്ചു വന്നത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോടാ? ഹാപ്പി ആയല്ല അച്ഛാ? ഹാപ്പി നിന്റെ കിട്ടി കിട്ടി. അയ്യോ അയ്യോ, രംഗടന് പൊട്ടില്ലല്ലോ രംഗൻ. ശ്രദ്ധിക്കണ്ട അമ്പാനെ. എന്താ അമ്പാനെ? അയ്യോ, രംഗണ്ണ 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 രംഗണ്ണ, അതെ ബോംബെയിൽ ഒരു അർജന്റ് കോൾ ഉണ്ടായിരുന്നു. അടുത്ത നമ്മുടെ ഓപ്പറേഷൻ ബോംബെയിലാണ്. ഓപ്പറേഷൻ അല്ല, പിന്നെ പോസ്റ്റ്മോർട്ടം. ആരുടെ? നിന്റെ. ഈ അമ്പാന്റെയോ? നീ അല്ലടാ അമ്പാൻ. പിന്നെ ഇപ്പൊ നാനാണ് സെറുക്കും അമ്പാൻ. ഏതാ മോനെ?